ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ്. ആ ജോൺ ബ്രിട്ടാസ് വീണ്ടും പാലം പണി തുടങ്ങിയിട്ടുണ്ട്. പാലം പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ PM ശ്രീയിൽ ശിവൻകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയി ഒപ്പിടിച്ച ബ്രിട്ടാസ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ഇതേ ബ്രിട്ടാസിനെ രാജ്യസഭയിലിരുത്തി ബ്രിട്ടാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ പണിയെടുത്തത് ഈ ബ്രിട്ടാസാണ്, ഞാൻ അതിന് നന്ദി പറയുകയാണ്. കേരള ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഇടയിൽ മുട്ടിച്ചതും പാലം പണിതതും ബ്രിട്ടാസാണ് എന്ന് അന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അത് രാജ്യസഭാ രേഖകളിലുമുണ്ട്. ഇപ്പോ വീണ്ടും മറ്റൊരു പാലം പണി തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടാസ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഈ ജോൺ ബ്രിട്ടാസ് ഒരു 3 ദിവസം മുമ്പ് ജോൺ ബ്രിട്ടാസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ചൈനയിൽ നിന്നുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഇറക്കുമതി ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്താനുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസിന്റെ ശുപാർശ ഉടനടി കസ്റ്റംസ് വിജ്ഞാപനമായി പുറപ്പെടുവിക്കണമെന്നും ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകി. ഇന്ന് കർത്തവ്യ ഭവനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കൽക്കട്ട ഹൈക്കോടതി വിധിയെ കുറിച്ചൊക്കെ, ഈ എന്താ പറയേണ്ടത്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഇറക്കുമതി ആന്റി ഡംപിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പോ ഈ കർത്തവ്യ ഭവനിൽ വെച്ച് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഈ കാര്യമാണ് ഉന്നയിച്ചത് എന്നാണ് ആര് പറയുന്നത്? ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് ഈ കുറിപ്പ് പങ്കുവെക്കുന്നു. കുറിപ്പിന് താഴെ ജോൺ ബ്രിട്ടാസ് ഒരു നീല ഷർട്ട് ഇട്ടിട്ട് നിർമ്മല സീതാരാമന് ഒരു നിവേദനം നൽകുന്നതിന്റെ ചിത്രം കൂടി ജോൺ ബ്രിട്ടാസ് പങ്കുവച്ചിട്ടുണ്ട്. എന്നാല് അതേ ദിവസം നിർമ്മല സീതാരാമൻ അവരുടെ എക്സ് പോസ്റ്റിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ്. എന്താണ് ആ കുറിപ്പ്? ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഹോണറബിൾ MP രാജ്യസഭ ആൻഡ് ശ്രീ MA ബേബി, ജനറൽ സെക്രട്ടറി CPIM എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇവര് മീറ്റിംഗിന് വന്നു, ഇവര് കാണാൻ വന്നു എന്നുള്ള ഒരു കുറിപ്പാണ് പങ്കുവെക്കുന്നത്. ആ കുറിപ്പിന്റെ കൂടെ ഇതേ ജോൺ ബ്രിട്ടാസ്, അതേ നീല ഷർട്ട്, അതേ ജോൺ ബ്രിട്ടാസ് പങ്കുവച്ച ചിത്രത്തിൽ നിർമ്മല സീതാരാമൻ ഉടുത്തിരിക്കുന്ന അതേ സാരി, ഒരു വ്യത്യാസമില്ല. അപ്പോ ഈ ഒരു ഫോട്ടോയും, ആ ഫോട്ടോയിൽ നിർമ്മല സീതാരാമൻ പങ്കുവച്ച ഫോട്ടോയിൽ ആരുണ്ട്? MA ബേബി ഉണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന നിർമ്മല സീതാരാമനുമുണ്ട്. അപ്പൊ ഈ 3 പേരാണ്. അത് നിർമ്മല സീതാരാമന്റെ ഈ കർത്തവ്യ ഭവനിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, എന്തേ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ഒരു നിവേദനം നൽകാൻ വേണ്ടി പോയി? ഈ ആന്റി ഡംപിംഗുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ടൈറ്റാനിയം ഡയോക്സൈഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിവേദനം കൊടുക്കാൻ ജോൺ ബ്രിട്ടാസ് പോയി. ശരി, ജോൺ ബ്രിട്ടാസിന് പോകാം, കാരണം ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ MP ആണ്. അപ്പോ അവിടെ ജോൺ ബ്രിട്ടാസ് പോയി, കൂടെ MA ബേബിയും ഉണ്ടായിരുന്നു. അപ്പോ സോഷ്യൽ മീഡിയ കുറിപ്പിലേക്ക് വന്നപ്പോ ഈ MA ബേബിയുടെ പേര് പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജോൺ ബ്രിട്ടാസ് പങ്കുവെച്ച ചിത്രത്തിൽ MA ബേബി ഇല്ല താനും. നിർമ്മല സീതാരാമൻ പങ്കുവെച്ച ചിത്രത്തിൽ MA ബേബിയും ജോൺ ബ്രിട്ടാസും നിർമ്മല സീതാരാമനും ഓരോ സോഫയിൽ ഇരുന്ന്, ഓരോ കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ജോൺ ബ്രിട്ടാസ് നിവേദനം കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് നിവേദനം പിടിച്ചിട്ട് പോസ് ചെയ്യുന്ന ഒരു ചിത്രം. അതില് എന്താണെങ്കിലും MA ബേബി ഇല്ല. MA ബേബി ഇല്ല എന്ന് മാത്രമല്ല, നിർമ്മല സീതാരാമനെ കാണാൻ പോയ കാര്യത്തിൽ MA ബേബി തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു വരി പോലും എഴുതിയിട്ടുമില്ല. ഇവിടെ MA ബേബി എന്തുകൊണ്ട് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് ഇത് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, MA ബേബി അത്രമാത്രം അങ്ങനെ പ്രതിപാദിക്കേണ്ട ഒരു ആള് അല്ലാത്തത് കൊണ്ടാണോ? അയാള് CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാ. അപ്പൊ അഖിലേന്ത്യാ സെക്രട്ടറിയും ഇയാളും ഒരുമിച്ച് പോയി കണ്ടിട്ട് MA ബേബി ചിത്രത്തിലില്ല, MA ബേബിയുടെ പേര് എവിടെയും പ്രതിപാദിച്ചിട്ടുമില്ല. എന്തേ കാരണം? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ഈ പറയുന്ന MA ബേബി ഒരു MLA അല്ല, MP അല്ല, എന്താ പറയേണ്ടത്, എന്തിന് ഒരു വാർഡ് മെമ്പർ പോലും അല്ല. ഈ MA ബേബി എന്തിനാണ് നിർമ്മലാ സീതാരാമനെ കണ്ടത്? എന്താണ് ചർച്ച ചെയ്തത്? എന്താണ് നിർമ്മലാ സീതാരാമനുമായി ചർച്ച ചെയ്യാൻ മാത്രം MA ബേബിക്ക് കാര്യമുള്ളത്? ഇവിടെ ഒരു കാര്യം നിർമ്മലാ സീതാരാമൻ പങ്കുവച്ച ചിത്രത്തില് വളരെ കൃത്യമായിട്ട് ചർച്ച ഔദ്യോഗികമായിട്ട് കാര്യം വിശദീകരിക്കാൻ വന്നിരിക്കുന്നത് MA ബേബിയാണ്. ഈ ബ്രിട്ടാസ് കൂടെ ഒരു കൂട്ടിന് പോയ ഒരാളാണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ് MA ബേബിക്ക് നിർമ്മലാ സീതാരാമനോട് പറയാനുള്ളത്? നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിയാണ്. ഒരു സർക്കാരിന്റെയോ ഒരു ലോക്കൽ ഗവേണിംഗ് ബോഡിയുടെയോ ഒന്നിന്റെയും ഭാഗമല്ലാത്ത ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് എന്താണ് നിർമ്മലാ സീതാരാമനോട് പറയാനുള്ളത്? വളരെ കൃത്യമാണല്ലോ. അപ്പോ ഇവിടെ രണ്ട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒന്ന്, ബേബി സഖാവ് കൂടെ ഉണ്ടായത് ബ്രിട്ടാസ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് പുറത്തേക്ക് അറിയുന്നത് നിർമ്മലാ സീതാരാമന്റെ ട്വീറ്റിലൂടെയാണ്. ഈ MA ബേബി ജോൺ ബ്രിട്ടാസും തന്നെ കാണാൻ വന്നിരുന്നു എന്ന കാര്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടാസ് പോയ കാര്യം എന്തിനാണെന്ന് കൃത്യമായി പറയുന്നില്ല. പോയി, അപ്പോ അതെന്തായാലും പുറത്തറിയുമെന്നറിയാം. അപ്പൊ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടണം. അപ്പൊ അതിന് ഈ പറയുന്ന ടൈറ്റാനിയം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എന്താ പറയേണ്ടത്, ആന്റി ഡബിങ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ കാര്യം ചോദിക്കുന്നത്, ആ വർത്താനം പറഞ്ഞപ്പോഴേ എന്തുകൊണ്ട് ബേബി കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ആ ബേബിയുടെ ഒരു ചിത്രം പങ്കുവച്ചില്ല, അല്ലെങ്കിൽ ബേബി സഖാവ് തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ പറയുന്ന ബ്രിട്ടാസ് പറയുന്നില്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പാലം പണി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പാലം പണി തുടങ്ങാനുള്ള കാരണം ഇനി നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരിക. ഇത്രയും നേരം നമ്മൾ ഡൽഹിയിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. എന്താണ് ആ കാര്യം? ആ കാര്യം എന്ന് പറയുന്നത് 3 രാജ്യസഭാ MPമാരുടെ കാലാവധി ഈ വരുന്ന ഏപ്രിലിൽ, അതായത് 2027 ഏപ്രിൽ 23 കൂടി അവസാനിക്കും. 3 MPമാരുടെ കാലാവധി. അതിൽ ഒരാളെന്ന് പറയുന്നത് ഈ ജോൺ ബ്രിട്ടാസ് ആണ്. മറ്റൊരാള് CPIയുടെ MP ആയിട്ടുള്ള LDF MP ആണ്, രാജ്യസഭാ അംഗമായിട്ടുള്ള ശിവദാസനാണ്. മറ്റൊരാള് മുസ്ലിം ലീഗിന്റെ അബ്ദുൽ വഹാബാണ്. അപ്പോ അബ്ദുൽ വഹാബ്, ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് 3 MPമാരുടെ കാലാവധി ഈ ഏപ്രിൽ 23 അവസാനിക്കുകയാണ്. അവിടെ ഒരു പാലം പണിയേണ്ടതായിട്ടുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ LDFന് കേരളത്തിൽ നിന്ന് ഇനി ഒരു MPയെ അടുത്ത 5 വർഷക്കാലത്തേക്ക് കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ച് വിടാൻ സാധിക്കില്ല. ഒരു MPയെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. കൃത്യമാണ്. കാരണം എന്താ? കാരണം ഈ പറയുന്ന കേരളത്തിലെ CPMന്റെ LDFന്റെ, CPMന്റെ അല്ല, CPMന്റെ ആണെങ്കിൽ 20-30 താഴെയാണ്. LDFന്റെ അംഗങ്ങൾ MLAമാർ, കാരണം ഈ MPമാരെ, രാജ്യസഭാ MPമാരെ തെരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന MLAമാരാണല്ലോ. അവിടെ LDFന്റെ അംഗങ്ങളുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 35. കേരളത്തിലെ ടോട്ടൽ സാമാജികരുടെ എണ്ണം 140 ആണല്ലോ. ഇവിടെ ഒരു പാർട്ടിക്ക് ഒരു MPയെ കിട്ടണമെങ്കിൽ 36 അംഗങ്ങൾ ചുരുങ്ങിയത് വേണം. 36 അംഗം. അപ്പൊ 36 അംഗം നിലവിൽ ഈ പറയുന്ന CPMന് അല്ലെങ്കിൽ LDFന് ഇല്ല. അവിടെ ഈ വരുന്ന കാലാവധി പൂർത്തിയാക്കുമ്പോൾ 3 MPമാരുടെ ഒഴിവുണ്ട്. ആ 3 MPമാരുടെ ഒഴിവിലേക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കയറ്റിവിടാൻ കഴിയില്ല. മനസ്സിലായോ? അവിടെ പിന്നെ എന്ത് വേണം? പിന്നെ വേണ്ടത്, ഇവിടെ കേരളത്തിലെ ഈ പറയുന്ന സീറ്റ് നില നോക്കിക്കഴിഞ്ഞാൽ 102 എണ്ണം UDFന്റേതാണ്, 35 എണ്ണം ഈ പറയുന്ന CPMന്റേതാണ്, പിന്നെയുള്ളത് 3 എണ്ണം അത് NDAയുടേതാണ്. LDFന് 35, BJP NDAക്ക് 3, UDFന് 102. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളതോ 36 ആള്. 36 അംഗങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ ഒരാളെ കയറ്റിവിടാം. അതിപ്പോ നിലവിൽ LDFനില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ചെയ്യാൻ പറ്റുന്നത്, ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കണം.
അങ്ങനെ വിട്ടുനിന്നാൽ 140 മൈനസ് 3 എത്രയാകും? 137 വരും. 137 വന്നാൽ ഈ രാജ്യസഭാ MP തെരഞ്ഞെടുക്കാനുള്ള ആ ഫോർമാറ്റ് പ്രകാരം കണക്കാക്കുമ്പോ അത് 35 പോയിന്റ് സംതിങ് വരും. അപ്പൊ എന്താക്കും? ഈ പോയിന്റ് സംതിങ് എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് ആക്കി വിടും, അത് തള്ളിക്കളയും. അപ്പൊ 35 ചുരുങ്ങും. അതായത് 36 വേണ്ട, 35 മതി എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മറിയും. അല്ലെങ്കിൽ ഈ പറയുന്ന NDAയുടെ ആരെങ്കിലും ഒരാൾ ആർക്ക്? LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. 2 വഴികളാണുള്ളത്. ഒന്ന്, NDAയുടെ ആരെങ്കിലും ഒരാൾ LDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ 36 ആവും, വിജയിച്ചു കയറാം. അല്ലെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന BJPയുടെ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. വിട്ടുനിന്ന് കഴിഞ്ഞാൽ 36 എന്നുള്ള മാർജിൻ 35 ബാക്കോട്ട് വരും, കുറയും. അങ്ങനെ 35 വന്നാൽ ഈ പറയുന്ന സാധ്യതയുണ്ട്. അപ്പൊ ഈ 2 സാധ്യതകളെ തേടിക്കൊണ്ടാണ് ജോൺ ബ്രിട്ടാസും MA ബേബിയും ഈ പറയുന്ന നിർമ്മല സീതാരാമനെ കണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലെ നിർമ്മല സീതാരാമനെ മുമ്പും കണ്ടിട്ടുണ്ട്. എപ്പോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഈ പറയുന്ന ഗവർണർക്കൊപ്പം നിർമ്മല സീതാരാമനുമായി പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ ഒരറ്റത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ്, മറ്റേ അറ്റത്ത് ഡയറക്റ്റ് മോഡിയല്ല. മോഡിയെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നത് നിർമ്മല സീതാരാമനാണ്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിൽ നിർമ്മല സീതാരാമനെ ഇടക്കിടക്ക് ഇവർ പോയി കാണുന്നത്. അങ്ങനെയാണ് MP അല്ലാത്ത, MLA അല്ലാത്ത, ഒരു വാർഡ് മെമ്പർ പോലും അല്ലാത്ത MA ബേബി ഇപ്പോ ജോൺ ബ്രിട്ടാസിനെയും കൂട്ടിപ്പോയിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു പന്തികേട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബ്രിട്ടാസ് തന്റെ ഈ സന്ദർശനം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോ അതിൽ MA ബേബിയെ കട്ട് ചെയ്തത്. ഇത് പൊതുസമൂഹം അറിയുമ്പോൾ പല ചോദ്യങ്ങൾ ഉയരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അത് താനായിട്ട് തന്റെ കയ്യിൽ നിന്ന് അത് പുറം ലോകം അറിയരുത് എന്ന് കരുതിയിട്ടാണ് ഈ ഭാഗം ബേബി സഖാവിനെ കട്ട് ചെയ്തത്. ചിത്രത്തിൽ ബേബിയില്ല, ബ്രിട്ടാസിന്റെ കുറിപ്പിൽ ബേബിയില്ല. മറിച്ച് എവിടെയുണ്ട്? നിർമ്മല സീതാരാമൻ എക്സിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ ബേബിയുണ്ട്. ഇതേ ദിവസം, ഇതേ സമയം, ഇതേ കുപ്പായം, ഇതേ തുണി, ഇതേ സാരി, എല്ലാം സെയിം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ബേബി സഖാവും ബ്രിട്ടാസും നിർമ്മല സീതാരാമനും കൂടിക്കാഴ്ച നടത്തി. അപ്പൊ അതിന്റെ യഥാർത്ഥ കാര്യം പുറത്ത് പറയാതെ ഈ പറയുന്ന പുറത്ത് പറയാനൊരു കാരണം വേണമല്ലോ. ആ കാരണത്തിന് വേണ്ടിയിട്ട് ഈ ആന്റി ഡബ്ബിങ്ങിന്റെ കാര്യവുമായിട്ട് അത് ഒരു നിവേദനം കൊടുത്തിട്ട് അതെടുത്ത് പുറത്തിട്ടു. അതാണ് ഞാൻ പറഞ്ഞ ബ്രിട്ടാസ് പണിയുന്ന 2ാമത്തെ പാലം എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇനി ഈ 5 വർഷത്തിനിടയിൽ ഇപ്പോ ഒരുപാട് ആളുകളുടെ ആദ്യമായിട്ട് കാലാവധി തീരാൻ പോകുന്നത് ഈ 3 ആളുകളുടേതാ. അതിൽ 2 പേര് LDFന്റേതാണ്. ഈ 2 പേര് തീരുമ്പോ ഇനി ഒരാളെ പുതുതായി പറഞ്ഞു വിടണമെങ്കിൽ ഒരു വഴിയുമില്ല. പിന്നെയുള്ള 2 പോസിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോസിബിലിറ്റി. ഒന്നില്ലെങ്കിൽ NDAയുടെ ആരെങ്കിലും ഒരാൾ ഇവിടെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവര് മാറി നിൽക്കണം. മാറി നിന്നാൽ 36 എന്നുള്ളത് 35 ആകും. അപ്പോ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാലും ഒരാളെ വിടാൻ പറ്റുള്ളൂ. ഈ 2 പോസിബിലിറ്റിയും സാധ്യമായില്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു MP പോലും, രാജ്യസഭാ പ്രതിനിധിയെ പോലും LDFന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല. കൃത്യമാണല്ലോ. ആ പാലമാണ് ഇപ്പൊ ബ്രിട്ടാസ് പണിതുകൊണ്ടിരിക്കുന്നത്.